ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളി നടന്മാരുടെ രാഷ്ട്രീയ പാർട്ടികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മമ്മൂട്ടി ഒരു CPM-കാരനാണ്. നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു കൈരളി ടിവിൻ്റെ ചെയർമാൻ എന്നുള്ളത്. സുരേഷ് ഗോപി ഒരു BJP-കാരനാണ്. അദ്ദേഹം തൃശ്ശൂരിലെ ഒരു MP-യുമാണ്. കൃഷ്ണകുമാർ ഒരു BJP ആണ്. അദ്ദേഹം ഇവിടെ ആലപ്പുഴയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുമായിരുന്നു. പ്രൊഡ്യൂസർ സുരേഷ് കുമാർ ഒരു BJP-കാരനാണ്. അതുപോലെ തന്നെ രമേശ് പിഷാരടി ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ധർമ്മജന് വേണ്ടി വോട്ട് ചോദിച്ച് നടന്ന ആളുമാണ്. ധർമ്മജൻ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ബാലുശ്ശേരിയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തോറ്റുപോയി. സലീം കുമാർ ഒരു കോൺഗ്രസ്സുകാരനാണ്. പൃഥ്വിരാജ് ഒരു CPM-കാരനാണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. ഫഹദ് ഫാസിൽ ഒരു CPM-കാരനാണ്. ആസിഫ് അലി ഒരു CPM-കാരനാണ്. ദുൽഖർ സൽമാൻ ഒരു CPM-കാരനാണ്. നിവിൻ പോളി ഒരു കോൺഗ്രസ്സുകാരനാണ്. ദിലീപ് ഒരു കോൺഗ്രസ്സുകാരനാണ്. മോഹൻലാൽ ഒരു കോൺഗ്രസ്സുകാരനാണ്. സിദ്ദീഖ് ഒരു കോൺഗ്രസ്സുകാരനാണ്. മുകേഷ് ഒരു CPM-കാരനാണ്. അദ്ദേഹം 2 പ്രാവശ്യം കൊല്ലത്ത് MLA ആയി ജയിച്ച ഒരാളാണ്. ഇന്നസെൻറ്റ് CPM-കാരനാണ്. അദ്ദേഹം MP ആയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഗണേഷ് കുമാർ ഒരു കേരള കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു മന്ത്രിയുമാണ്. പിന്നെ വിനായകൻ ഒരു CPM-കാരനാണ്. ജോജു ജോർജ് ഒരു CPM-കാരനാണ്. വിജയരാഘവനും ഒരു CPM-കാരനാണ്.